1964 ഡിസംബർ 22 ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ട തീരദേശ പട്ടണം. ഒരു ട്രെയിനിനെയും അതിലെ മുഴുവൻ യാത്രക്കാരെയും ആ നഗരത്തിൽ താമസിച്ചിരുന്ന 2000-ഓളം പേരെയും 400 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിനൊപ്പം കടൽ തിരമാലകൾ കൊണ്ടുപോയ രാത്രി. അക്കാലത്ത് ഇങ്ങനെയൊരു മഹാദുരന്തമുണ്ടായത് രാജ്യമറിയാൻ 2 ദിവസമെടുത്തു. അന്ന് കടലെടുത്തു കൊണ്ടുപോയ അവസ്ഥ എന്താണോ അതുതന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. ആ സംഭവത്തിന് ശേഷം അവിടെ നിർമ്മാണ പ്രവൃത്തികളൊന്നും വേണ്ടെന്ന് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു. ആ നഗരത്തിന് പ്രേതനഗരമെന്ന പേരും ചാർത്തി നൽകി. ഇന്നും ആ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം പേറി ജീവിക്കുന്ന ധനുഷ്കോടിയുടെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ രാമേശ്വരത്തേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്നൊക്കെ അകന്ന് പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പാമ്പൻ പാലം ഒക്കെ പുതുക്കി പണിതു. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ പോകുന്നുണ്ട്. ഇങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്ക് മനോഹരങ്ങളായ ഒരുപാട് കൃഷിപ്പാടങ്ങളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ കാണാൻ കഴിയും. ഇന്നലെ രാത്രി തുടങ്ങിയ യാത്രയാണ്. ഇനി അമൃത എക്സ്പ്രസ് രാമേശ്വരത്തെത്താൻ 12:45 ആവും. നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരാൻ വേണ്ടി മംഗലാപുരം രാമേശ്വരം ട്രെയിൻ പുതുതായി വന്നിട്ടുണ്ട്. അത് കോഴിക്കോട് മലബാർ ഭാഗത്തുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ട്രെയിൻ തന്നെയാണ്. ഇപ്പോൾ ട്രെയിനിൽ കൂടുതൽ ആളുകളൊന്നുമില്ല. പഴനി വരെ മാത്രമാണ് ഒരുപാട് തിരക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെയിൻ കാലിയായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ രാമേശ്വരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവാം. രാമേശ്വരത്തേക്കുള്ള ഈ റെയിൽവേ പാതയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. 1800-ന്റെ അവസാന കാലങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് അവിടങ്ങളിലെ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കാൻ വേണ്ടി ആളുകൾ പോകുന്നത് പതിവായിരുന്നു. അവർ പോകുന്നത് മിക്കവാറും തൂത്തുക്കുടി അല്ലെങ്കിൽ രാമേശ്വരം പോലുള്ള തീരത്ത് നിന്ന് ബോട്ടിലൊക്കെ കയറിയിട്ടായിരുന്നു ശ്രീലങ്കയിലെ തലൈമാനാർ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് അവർ കൊളംബോയിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തിരുന്നു. തൂത്തുക്കുടിയിൽ നിന്നും രാമേശ്വരത്തു നിന്നൊക്കെ ബോട്ടിൽ കയറി ശ്രീലങ്കയിലെത്തുന്നത് വളരെ റിസ്ക് പിടിച്ച ഒരു പരിപാടിയായിരുന്നു. അക്കാലത്തൊന്നും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാമ്പൻ ബ്രിഡ്ജോ അല്ലെങ്കിൽ അപ്പുറം കാണുന്ന ആ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജോ ഒന്നും നിർമ്മിച്ചിരുന്നില്ല. അങ്ങനെ ആളുകൾ ബോട്ടിലൊക്കെ കയറി പോകുമ്പം അപകടങ്ങളൊക്കെ അക്കാലത്ത് പതിവായിരുന്നു. അതുകൊണ്ട് ശ്രീലങ്കൻ സർക്കാരും ഇന്ത്യൻ സർക്കാരും കൂടെ ആലോചിച്ച് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ മറ്റൊരു ട്രാവൽ മാർഗത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് ധനുഷ്കോടി അങ്ങനെ ഒരു സ്ഥലത്ത് രാമസേതു എന്നും ആദം ബ്രിഡ്ജ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഒരു ഏരിയയിൽ ആഴം കുറവായതുകൊണ്ട് അവിടെ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള യാത്ര എളുപ്പമാകുമെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഒരു പ്രൊജക്റ്റ് അന്ന് നടന്നില്ല. പാമ്പൻ റെയിൽവേ ബ്രിഡ്ജിൻ്റെ പണി 1911 ആരംഭിക്കുകയും 1914 കംപ്ലീറ്റ് ആവുകയും ചെയ്തു. 3 വർഷം കൊണ്ടാണ് ആ 2 കിലോമീറ്റർ നീളുന്ന റെയിൽവേ ബ്രിഡ്ജിൻ്റെ പണി തീർന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഇന്ത്യയിലെ മെയിൻലാൻഡിൽ നിന്ന് പാമ്പൻ ബ്രിഡ്ജ് വഴി രാമേശ്വരവുമായി ഒരു കണക്ഷൻ ഉണ്ടായി. ആ കണക്ഷൻ വഴിയാണ് നമ്മളിതാ ഇപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം എല്ലാ സ്ഥലത്തും ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ നവീകരണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വരുമ്പോൾ അടിപൊളി റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിരിക്കും ഇതൊക്കെ.
നമുക്കിനി ഇവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് രാമേശ്വരം ക്ഷേത്രത്തിനടുത്തേക്ക് പോകണം. അവിടെ ഒരു റൂമൊക്കെ എടുത്ത് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകാൻ വേണ്ടി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഒട്ടനവധി ഓട്ടോകളുണ്ട്. പക്ഷേ അവരുടെ റേറ്റാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം ടെമ്പിളിന് അടുത്തേക്ക് ശരിക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ഓട്ടോയിൽ തന്നെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് 150 രൂപയാണ് 1 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി. ഏതൊക്കെയോ വഴിയിലൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എന്തായാലും ഈ വെയിൽ കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഓട്ടോയിൽ പോകുന്നത്. അതിനിടയിൽ ഈ ഓട്ടോ ചേട്ടൻ ഇവിടെയുള്ള ധനുഷ്കോടിയിലേക്ക് പോകേണ്ട പാക്കേജുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ റോട്ടിലൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്, നല്ല തിരക്കുണ്ട്, നല്ല വെയിലും ആണ്. ഈ ഓട്ടോ ചേട്ടൻ വണ്ടി കൊണ്ടുപോകുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഏതോ ദൂരത്ത് എത്താനുള്ളത് വഴിയാണ്. അത്രയ്ക്കും സ്പീഡിലാണ് ഏതൊക്കെയോ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാം ശരിക്കും 1 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളൂ എന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിരുന്നു. വണ്ടി റോങ്ങായി കയറിയത് കാരണം പോലീസുകാരനോടൊക്കെ ചീത്ത കേട്ടിട്ടാണ് ഇയാൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെയുള്ള കൗതുകകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ രാമേശ്വരം ടെമ്പിളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ അങ്ങ് ദൂരെ ഗോപുരമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ വളരെ സാഹസികമായ ഓട്ടോ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ രാമേശ്വരം ടെമ്പിളിന് അടുത്തേക്ക് എത്തി. നേരത്തെ നമ്മൾ പറഞ്ഞുറപ്പിച്ച 150 രൂപ കൊടുക്കുന്നതിനിടയിൽ ഓട്ടോ അണ്ണൻ അദ്ദേഹത്തിൻ്റെ ധനുഷ്കോടി പാക്കേജുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. 800 രൂപ കൊടുത്താൽ ധനുഷ്കോടി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ സെറ്റാക്കി ബാഗൊക്കെ അവിടെ വെച്ച് ധനുഷ്കോടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടിയിൽ ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് ധനുഷ്കോടി വരെ പോകാൻ. അതിനിടയിൽ 2-3 സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവിടെയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയുടെ കാഴ്ചകളിലേക്ക് പോകുകയാണ്. 1964 ഡിസംബറിൽ ആഞ്ഞടിച്ച ആ ചുഴലിക്കാറ്റിന് മുമ്പ് വരെ ധനുഷ്കോടി വരെയൊക്കെ റെയിൽവേ പാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തിരക്ക് പിടിച്ച ഒരു നഗരം തന്നെയായിരുന്നു ധനുഷ്കോടി. പാമ്പൻ ബ്രിഡ്ജൊക്കെ നിർമ്മിക്കുകയും അതിനുശേഷം ധനുഷ്കോടി വരെ റെയിൽവേ പാലം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. അക്കാലത്ത് ധനുഷ്കോടിയിൽ നിന്ന് ആവിക്കപ്പലിൽ കയറിയിട്ടാണ് ശ്രീലങ്കയിലെ തലൈൻമാനാർ എന്ന സ്ഥലത്തേക്ക് ഇന്ത്യക്കാർ എത്തിയത്. തലൈമാനാർ എന്ന സ്ഥലത്ത് നിന്ന് ശ്രീലങ്ക കൊളംബോ വരെ റെയിൽവേ നിർമ്മിച്ചു. അങ്ങനെ ഈ ഒരു ഫുൾ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ബോട്ട് മെയിൽ. അതായത് ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാമേശ്വരം വന്ന് ധനുഷ്കോടിയിലെത്തി ധനുഷ്കോടി ആൾക്കാരെ ഇറക്കി അവിടുന്ന് കപ്പലിൽ കയറി ശ്രീലങ്കയിലുള്ള തലൈമാനാറിൽ എത്തിച്ച് അവിടുന്ന് വീണ്ടും ട്രെയിനിൽ കൊളംബോ വരെ ഉണ്ടായിരുന്നു ഈ സർവീസ്. തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നു. ട്രെയിനിലും കപ്പലിലും ബോട്ടിലും ഒക്കെയായുള്ള ഈ സർവീസിന് ഒറ്റ ടിക്കറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ശ്രീലങ്ക വരെ ഒക്കെ എത്താൻ സാധിക്കുമായിരുന്നു. അക്കാലത്ത് കോട്ടയത്ത് നിന്നൊക്കെ ഈ ബോട്ട് മെയിൽ സർവീസ് ഉണ്ടായിരുന്നു.
തിരക്ക് പിടിച്ച ഒരു തുറമുഖ നഗരത്തെ ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴിവിടെ താമസയോഗ്യമല്ലാത്ത ഒരു ഇടമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് അരിച്ചൽ മുനി എന്ന സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. ഇത് NH-87 ഭാഗമായിട്ടുള്ള റോഡാണ്. 9.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോഡ് നേർരേഖയിലുള്ള ഒരു റോഡാണ്. ഒരു എയർപോർട്ടിൻ്റെ റൺവേ പോലെ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണ്. കടലിൽ നിന്നും ലഭിക്കുന്ന ചിപ്പികളും ശംഖുകളും കൊണ്ടുള്ള ഒരുപാട് മനോഹരമായ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇതുപോലുള്ള ഒരുപാട് കച്ചവടക്കാർ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും വെറും 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക്. പുരാണകഥയിൽ സീതയെ വീണ്ടെടുക്കാൻ ഹനുമാന്റെ വാനര സൈന്യത്തോടൊപ്പം കടലിൽ പാലം കെട്ടി രാവണന്റെ സാമ്രാജ്യത്തിലോട്ട് ശ്രീരാമൻ കടന്നു ചെന്നത് ഇവിടെ നിന്നുമാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അന്ന് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ബാക്കി ഭാഗങ്ങളാണ് ഇതൊക്കെ. 1964 ഡിസംബർ 22 അർദ്ധരാത്രിയിൽ ആഞ്ഞടിച്ച കാറ്റിൻ്റെ ചലനവേഗത അന്ന് മണിക്കൂറിൽ 280 കിലോമീറ്ററും തിരമാലകളൊക്കെ 7 മീറ്റർ ഉയരത്തിലും ഒക്കെയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് അന്നത്തെ ചുഴലിക്കാറ്റിൽ തകർന്നുപോയ ഒരു ചർച്ചിൻ്റെ ശേഷിപ്പുകളാണ്. ഇവിടെ ഒരു സ്കൂളും പള്ളിയും പോസ്റ്റ് ഓഫീസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇതിന് ചുറ്റുമൊക്കെ ആയിട്ട് കാണാൻ കഴിയും. അന്ന് ഏകദേശം 1800 പേർ മരണമടയുകയും ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ 115 യാത്രക്കാരും ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തിരുന്നു. അത്രയ്ക്കും ഒരു വലിയ ദുരന്തമായിരുന്നു അന്ന് ഇവിടെ നടന്നിരുന്നത്. சுனாமிக்கு முன்னாடி எப்படிதான் அப்படி சுனாமி வந்து ஒன்றும் பண்ணல. இல்லை சுனாமி வந்து അങ്ങനെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്ന് കോദണ്ഡ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇത് മനോഹരമായ ഒരു സ്ഥലമാണ്. തണുത്ത കാറ്റും ഒരുപാട് പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അന്നത്തെ ഭീമാകാരമായ ചുഴലിക്കാറ്റിൽ എല്ലാം താർന്നപ്പോഴും ധനുഷ്കോടിയിലെ അവശേഷിച്ചിരുന്ന ഒരേയൊരു കെട്ടിടം ഈ ക്ഷേത്രം മാത്രമായിരുന്നു. ഇവിടെ തൊഴാൻ വേണ്ടി ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി രാമേശ്വരത്തേക്ക് പോവുകയാണ്. ഇനി രാമേശ്വരത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.